ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. എല്ലാവരും ഇത് തുടർന്നുകൊണ്ട് പോവുക. ബ്രിട്ടീഷുകാർ കേരളത്തിൽ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ആദ്യം പഠിക്കുന്നത്. കേരളത്തിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. കൊച്ചിയിലാണ് എത്തിയത്. കേരളത്തിൽ എത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫിച്ച്. മാസ്റ്റർ റാൽഫിച്ച് അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. 1583 വർഷം. കൊച്ചിയിലാണ്. അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. എന്നാണ്? 1583 അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. കൊച്ചിയിലാണ് എത്തിയത്. ഓക്കെ. അടുത്തത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ വില്യം കീലിംഗ് കേരളത്തിലെത്തിയത് 1615 എന്നാണ്? 1615. എവിടെയാണ്? കാലിക്കറ്റിലാണ്. എവിടെയാണ്? കാലിക്കറ്റിലാണ്. കാലിക്കറ്റ് 1615 കാലിക്കറ്റിലാണ് ക്യാപ്റ്റൻ കീലിംഗ് കാലിക്കറ്റിൽ 1615 എത്തിയിട്ടുണ്ട്. അപ്പോൾ അഥവാ PSന്റെ ആൻസറിൽ മാസ്റ്റർ റാൽഫിച്ച് എന്നുള്ള ഉത്തരം ഇല്ലെങ്കിൽ ക്യാപ്റ്റൻ കീലിംഗ് ആയിരിക്കും ഉത്തരം. അപ്പോൾ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. അടുത്തത് നമ്മൾ പോവുകയാണ്. സാമൂതിരി തൻ്റെ രാജ്യത്ത് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ഇംഗ്ലീഷുകാർക്ക് നൽകി. ഓക്കെ. 1644 ഇംഗ്ലീഷുകാർക്ക് വിഴിഞ്ഞത്ത് വ്യാപാരശാല അഥവാ പണ്ടകശാല അല്ലെങ്കിൽ ഫാക്ടറി അല്ലെങ്കിൽ വാണിജ്യ കേന്ദ്രം ഇതൊക്കെ ഉണ്ടാക്കാൻ ആര് അനുമതി നൽകി? വേണാട്ടിലെ രാജാവ് എന്ത് ചെയ്തു? അനുവദിച്ചു. എന്നാണ്? 1644 ആർക്ക്? ഇംഗ്ലീഷുകാർക്ക്. എവിടെ? വിഴിഞ്ഞത്ത്. എന്ത് കെട്ടാന്? വ്യാപാരശാല. വേണാട് രാജാവ് എന്ത് ചെയ്തു? അനുവദിച്ചു. അപ്പോൾ 1644 ഇംഗ്ലീഷുകാർക്ക് വിഴിഞ്ഞത്ത് വ്യാപാരശാല ഉണ്ടാക്കാന് സമ്മതം നൽകി. രാജാവ് സമ്മതം നൽകി. അപ്പോൾ ആദ്യത്തെ വ്യാപാരശാല അല്ലെങ്കിൽ ആദ്യത്തെ പണ്ടകശാല അല്ലെങ്കിൽ പഴക്കം ചേർന്നത് എന്നൊക്കെ ചോദിച്ചാൽ അത് ഏതാണ്? വിഴിഞ്ഞമാണ്. ഏതാണ്? വിഴിഞ്ഞമാണ്. 1644 വിഴിഞ്ഞമാണ്. 1663 ഡച്ചുകാര് കൊച്ചി എന്ത് ചെയ്തു? പിടിച്ചടക്കി. അപ്പൊ അവർക്ക് മുന്നേ ആർക്ക് മുന്നേ? ഇംഗ്ലീഷുകാർക്ക് മുന്നേ ഡച്ചുകാര് കൊച്ചി എന്ത് ചെയ്തു? പിടിച്ചടക്കി. അപ്പൊ ഡച്ചുകാർ എന്നാണ് കൊച്ചി പിടിച്ചടക്കിയത്? 1663. അടുത്തത് 1664 കോഴിക്കോട് ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ സാമൂതിരി എന്ത് ചെയ്തു? അനുവദിച്ചു. 1664 കോഴിക്കോട് ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ സാമൂതിരി അനുവദിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല 1673 വേണാടിലെ അഞ്ചുതെങ്ങാണ്. അപ്പൊ പഴയത് ഏതാണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞമാണ്. പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ 1673 വേണാടിലെ അഞ്ചുതെങ്ങാണ്. അപ്പോൾ ഇത്രയും മതി. ഇന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാക്കി എടുക്കാം.